ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡപ്പ്. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്ന ക്യാപ്സൂൾ ഫോർമുലേഷൻ ആണ്. സോ എന്തുകൊണ്ടാണ് ക്യാപ്സൂളിന് ഇത്രമാത്രം പ്രത്യേകത? മറ്റുള്ള ഡ്രഗ് ഫോർമുലേഷനേക്കാൾ എന്തെങ്കിലും എക്സ്ട്രാ പ്രത്യേകതകളുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാപ്സൂളിനൊക്കെ നമ്മൾ പൊട്ടിച്ച് നോക്കിയ ആൾക്കാർക്ക് അറിയാം അല്ലേ, ചില സമയത്തിന് ക്യാപ്സൂളിൻ്റെ പുറത്ത് റിങ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ റിങ് ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ ചേർത്തിട്ടുണ്ടാവും. നമ്മൾ തുറന്നു കഴിയുമ്പോൾ അകത്ത് നല്ല പൊടി ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഗ്രാനുൾസ് ഉണ്ടാവും. ഈ ഒമിപ്രസോളൊക്കെ നോക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗ്രാനുൾസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പം അതിൻ്റെ ഉപയോഗം എന്താണ്? നമുക്ക് സ്മെല്ല് ഉണ്ടാവില്ല, അല്ലെങ്കിൽ രുചി നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം പുറത്തെന്താണ്, ജെലാറ്റിൻ ആണ് അല്ലേ. സോ ഹാർഡ് ജെലാറ്റിനും ഉണ്ട്, സോഫ്റ്റ് ജെലാറ്റിനും ഉണ്ട്. സോ അതാണ് ഡിഫറൻസ് ഉള്ളത്. സോ ബേസിക്കലി മാസ്കിങ് അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഡെലിവറി ഒപ്റ്റിമൽ ആക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ക്യാപ്സ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടെയാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ. സോ ബേസിക്കലി ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂളിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ വേഴ്സറ്റൈൽ ഡോസേജ് ഫോമാണ്. അതായത് അതിനകത്ത് പൗഡറോ ഗ്രാനുൾസോ പെല്ലറ്റ്സോ അല്ലെങ്കിൽ മിനി ടാബ്ലറ്റ്സ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും, അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ ക്യാൻ അക്കോമഡേറ്റ് പൗഡർ, ഗ്രാനുൾ, പെല്ലറ്റ്, മിനി ടാബ്ലറ്റ്, മേക്ക് ദ സ്യൂട്ടബിൾ വേരിയസ് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാ ആൾക്കാരും വിചാരിക്കും ഓക്കെ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ, പക്ഷേ എന്തിനാണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫോർമുലേഷൻ, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി എലഗൻ്റ് അപ്പിയറൻസ്, കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ, നല്ല ഗ്ലോസി ഫിനിഷാണ്, യൂണിഫോം ഷേപ്പാണ് അല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി പ്രിസൈസ് ഡോസിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മെഷീൻ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും അതിനകത്തുണ്ടായിരിക്കാം. ഇനി ടാമ്പർ എവിഡൻ ഡിസൈൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആണെങ്കിൽ ഒരു തലയും ഉണ്ടാവും, ഒരു വാലും ഉണ്ടാവും അല്ലെ, ഒരു ഹെഡും ഉണ്ടാവും, ഒരു ടെയിലും പോലെ ഉണ്ടാവും. നമുക്കതിനെ നമുക്കടുത്ത് മാറ്റാൻ പറ്റും അല്ലേ. സോ അതിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടോ, സാധനം ഉണ്ടോ എന്ന് വേണമെങ്കിൽ പോലും ഒരാൾക്ക് നോക്കാൻ പറ്റും. ബേസിക്കലി അങ്ങനെ നോക്കില്ല, എന്നാൽ ഞാൻ പറയുവാണ്. സോ അതിനകത്ത് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ടാമ്പർ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ 2 പീസ് കൺസ്ട്രക്ഷൻ ആണ് ബേസിക്കലി ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രിറ്റിയും പേഷ്യൻ്റ് സേഫ്റ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഉണ്ട് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആണ്. സോ ലിക്വിഡ് എക്സലൻസ്, അതായത് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ മിക്കവാറും വരിക എന്താണ്, ലിക്വിഡ് ഫോർമുലേഷനിലോ അല്ലെങ്കിൽ സെമി സോൾട്ട് ഫോർമുലേഷനിലോ അല്ലെങ്കിൽ സസ്പെൻഷൻ ഫോർമുലേഷനിലോ ആയിരിക്കും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഒന്നുകിൽ നമ്മുടെ ലിക്വിഡോ സെമി സോൾഡോ അല്ലെങ്കിൽ സസ്പെൻഷനോ ആയിരിക്കുമെന്നുള്ളതാണ്. അതുമാത്രമല്ല ലിപ്പോഫിലിക് ഡ്രഗ്, ഓയിൽസ് അല്ലെങ്കിൽ നമുക്ക് ചലഞ്ചിങ് കോമ്പൗണ്ട്സ്, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചലഞ്ചിങ് ആവുന്നതോ അല്ലെങ്കിൽ ലിപ്പോഫിലിക് ഡ്രഗ്സുകളോ ഓയിൽസോ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ലിക്വിഡ്, സെമി സോൾട്ട്, സസ്പെൻഷൻ ആണ്. സോ ഓയിൽസ്, അതർ ചലഞ്ചിങ് കോമ്പൗണ്ട് ആൻഡ് ലിപ്പോഫിലിക് ഡ്രഗ്സുകളായിരിക്കും. ഇനി എൻഹാൻസ്ഡ് ബയോ അവൈലബിലിറ്റി. സോ ബേസിക്കലി ലിക്വിഡും സെമി സോൾട്ട് ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ബയോ അവൈലബിലിറ്റി കൂടുക തന്നെ ചെയ്യും അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, കാര്യം അതിൻ്റെ ഡോസേജ് ഫോം അങ്ങനെ ആയതുകൊണ്ട്. ഇനി എലഗൻ്റ് അപ്പിയറൻസ്, നല്ല ഭംഗിയാണ് കാണാൻ, കുഞ്ഞ് ഉരുണ്ടിട്ടല്ലേ നല്ല ഭംഗിയിലുണ്ടാവുക. സോ അതാണ് എലഗൻ്റ് അപ്പിയറൻസിൽ വരിക. അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി, എന്തൊക്കെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് മനസ്സിലായി, ഇതെങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ജെലാറ്റിൻ, എങ്ങനെയാണ് ജെലാറ്റിൻ ഉണ്ടാക്കുന്നത്, സോഴ്സ് നോക്കാവേ. ജെലാറ്റിൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇർറിവേഴ്സിബിൾ ഹൈഡ്രോലിറ്റിക് എക്സ്ട്രാക്ഷൻ ഓഫ് ട്രീറ്റഡ് ആനിമൽ കൊളാജൻ ടിപ്പിക്കലി ഒബ്റ്റെയിൻ ഫ്രം ആനിമൽ ബോൺ ആൻഡ് പോർക്ക് സ്കിൻ. അപ്പോൾ ജെലാറ്റിൻ നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ ആനിമലിൻ്റെ ബോണിൽ നിന്നോ അല്ലെങ്കിൽ ആനിമലിൻ്റെ പോർക്കിൽ നിന്നോ ആയിരിക്കും. പോർക്ക് സ്കിന്നിൽ നിന്നായിരിക്കും. പോർക്ക് സ്കിൻ മീൻസ് പന്നിയുടെ സ്കിന്ന്, ആനിമൽ പോർക്കിൻ്റെ സ്കിന്ന്. ഓക്കെ, അപ്പോൾ ആനിമൽ ബോൺ അല്ലെങ്കിൽ പോർക്ക് സ്കിന്നായിരിക്കും. ഹൈഡ്രോലൈറ്റിക് എക്സ്ട്രാക്ഷൻ ആണ്, ആനിമൽ കൊളാജൻ ആണ്. ഓക്കെ, ഇനി Type A gelatin is derived from acid-treated precursor and has a isoelectric point around pH 9. അതായത് നമുക്ക് പറഞ്ഞു ജെലാറ്റിനാണ്, ഇറിവേഴ്സിബിൾ ഹൈഡ്രോലൈറ്റിക് എക്സ്ട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു, ആനിമൽ കൊളാജൻ ആണെന്ന് പറഞ്ഞു, ആനിമൽ ബോൺ ആൻഡ് പോർക്ക് സ്കിന്നാണെന്ന് പറഞ്ഞു. ഇനി ടൈപ്പ് അതിലൊരെണ്ണമാണ് ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ. സോ ടൈപ്പ് എ ആണെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ആസിഡ് ട്രീറ്റഡ് പ്രിക്വേഴ്സർ, അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിന്റ് എത്രയാണ്, അറൗണ്ട് pH 9, മറന്നു പോകരുത്. ആൻഡ് വൈൽ ടൈപ്പ് ബി, ഇനി നമ്മൾ ടൈപ്പ് ബിനെ പറ്റി പറയാൻ പോവാണേ. ടൈപ്പ് ബി ആണെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ആൽക്കലി ട്രീറ്റഡ് പ്രിക്വേഴ്സർ ആൻഡ് ഹാസ് എൻ ഐസോ ഇലക്ട്രിക് പോയിന്റ് 4. അപ്പോൾ 9 ആണ് എക്കും
4 ആണ് ഏതിന്, ബിക്കും. അപ്പം ഈ 2 കാര്യം നിങ്ങൾ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേക്കാം. ഇനി പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ജെലാറ്റിൻ സച്ച് എസ് ബ്ലൂം സ്ട്രെങ്ത്, വിസ്കോസിറ്റി, അയൺ കണ്ടന്റ് ആർ ക്രൂഷ്യൽ ഫോർ ഡിറ്റർമൈൻ ദ മാനുഫാക്ചറിങ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ക്യാപ്സൂൾ സെല്ല്. നമ്മുടെ ക്യാപ്സൂൾ സെല്ലിൻ്റെ ഓക്കെ ആണോ, നല്ലതാണോ എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ വിസ്കോസിറ്റി നോക്കാറുണ്ട്, ബ്ലൂം സ്ട്രെങ്ത്, അയൺ കണ്ടന്റ് ഒക്കെ നമ്മൾ നോർമലി നോക്കാറുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ജെലാറ്റിൻ ഉണ്ടാക്കുന്നത് പോർസ്കിന്നോ ആനിമൽ ബോണാണ്. ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്. ടൈപ്പ് എ ആണെങ്കിൽ ആസിഡ് ട്രീറ്റും, ടൈപ്പ് ബി ആണെങ്കിൽ ആൽക്കൽ ട്രീറ്റും, നയണും 4ഉമാണ് ഐസോലേറ്ററി പോയിന്റ് വരുന്നത്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മറന്നു പോകരുത്. ഇനി ക്യാപ്സൂൾ ഫില്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെക്ടിഫിക്കേഷൻ. Empty capsule are obtained and aligned, ensuring a constant filling direction and preventing spilling during the filling process. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ എംപ്റ്റി ആയിട്ടുള്ള ക്യാപ്സൂൾസിനെ കറക്റ്റ് അലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഓർഡറിൽ വെക്കുക എന്നുള്ളതാണ്. ഇനി സെപ്പറേഷൻ. ദ ക്യാപ്പ് ആൻഡ് ദ ബോഡി ഓഫ് ദ ക്യാപ്സൂൾസ് സെപ്പറേറ്റ് അലോ ഓഫ് പ്രിസൈസ് ഫില്ലിംഗ് ഓഫ് ദ ബോഡി പോർഷൻ വിച്ച് ഇസ് ഡിസൈഡ് ഫോർമുലേഷൻ. സോ ബേസിക്കലി ഈ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആയതുകൊണ്ട് തന്നെ ഇത് ടോട്ടലി നമുക്കൊരു വലിയൊരു ക്യാപ്സൂളായിട്ട് കിട്ടുന്നു. അതിൻ്റെ ഹെഡിനെയും ടെയിൽ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ഫില്ല് ചെയ്യണമല്ലോ. ഇനി ഡോസിങ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ പല പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. ഡോസിങ് ഫില്ല് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്നിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഓഗർ, വൈബ്രേറ്ററി ഓർ പിസ്റ്റൺ ടാമ്പ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ പേര് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഫർദർലി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് പഠിക്കാനില്ല, പക്ഷേ വേണമെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. സോ ഫില്ലിംഗ് പ്രിൻസിപ്പിളാണ് എന്ത്, ഓഗർ, vibratory and piston tamp are employed to accurately dose the formulation into capsule body. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്യുറേറ്റ്ലി എന്ത് ചെയ്യുന്നു, ഇത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി റീജോയിനിങ് ആണ്, എന്ത് ചെയ്യുന്നു, തിരിച്ചൊട്ടിച്ച് വയ്ക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാപ്സൂൾ കറക്റ്റ് ഓർഡറിൽ വെക്കുന്നു, അത് തുറക്കുന്നു, ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്യുന്ന രീതി എന്താണ്, ഓഗർ, വൈബ്രേറ്ററി ഓർ പിസ്റ്റൺ ടാമ്പ്. സോ വൈബ്രേറ്ററി മീൻസ് നമ്മളിങ്ങനെ വൈബ്രേറ്റർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ റീജോയിൻ ചെയ്യുന്നു. ആ പേര് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഡി ഫാമിൽ അധികം അങ്ങനെ പഠിക്കാനില്ല, പക്ഷെ നമുക്ക് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചേക്കാം. സോ നമ്മുടെ ബി ഫാമിൽ നിന്ന് കുറച്ച് ഞാൻ ചോർത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ക്യാപ്സൂളും ടാബ്ലറ്റും ഒക്കെ നല്ല പോലെ ചോദിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി എക്സിപ്പിയൻസ് ആണ്. അപ്പം എക്സിപ്പിയൻസിൽ ഫസ്റ്റ് വൺ ഇസ് ഫില്ലേഴ്സ് ആണ്. ഫില്ലേഴ്സ് ലാക്ടോസ്, സ്റ്റാർച്ച് ആയിരിക്കും, ബൾക്ക് വോളിയം കൂട്ടാൻ വേണ്ടി. ടാബ്ലറ്റിൽ പറഞ്ഞ സെയിം സാധനം. പിന്നെ ഇംപ്രൂവ് ഫ്ലോ പ്രോപ്പർട്ടി. ലൂബ്രിക്കൻ്റ് ആണ്, മെഗ്നീഷ്യം സ്റ്റീറേറ്റ് ആണ്. സോ പൗഡർ ടു മെറ്റൽ അഡ്ഹഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള എഫിഷ്യൻറ്റ് ക്യാപ്സൂൾ ഫില്ലിംഗ് നടക്കാൻ വേണ്ടിയിട്ടും. ഇതൊക്കെ ടാബ്ലറ്റുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇനി ഗ്ലൈഡൻ്റ് ആണ്. ഗ്ലൈഡൻ്റ് കൊളോഡൽ സിലിക്ക ആയിരിക്കും വരിക. പൗഡർ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും ആ ക്ലംബിങ്ങും അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഗ്ലൈഡൻ്റ്. ഇനി ഡിസൻറ്റിഗ്രൻ്റ് ആണ്. സോ സൂപ്പർ ഡിസൻറ്റിഗ്രൻ്റ് ലൈക്ക് ക്രോസ് പോവിഡോൺ ഓർ ക്രോസ് കാർമെലോസോഡിയം aided to rapid disintegration of capsule content. സോ ക്യാപ്സൂൾ കണ്ടന്റ് നമുക്ക് എന്താണ്, റാപ്പിഡ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പോവിഡോൺ അല്ലെങ്കിൽ ക്രോസ് കാർമെലോസോഡിയം ആണ്. മിക്കവാറും നിങ്ങൾ നോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസിൻറ്റിഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസിൻറ്റിഗ്രേറ്റ് പറയുള്ളൂ. എക്സാമ്പിളൊന്നും കാണാൻ ചാൻസ് ഉണ്ടാവില്ല. ഇത് ഞാൻ ബി ഫാമിൽ ചൂണ്ടിയതാണ്. സോ ഈ 2 എക്സാമ്പിളും കൂടെ പഠിക്കുക. സോ നമ്മുടെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് രീതി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ക്യാപ്സൂൾ കോട്ടിംഗ് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്നാണ്. സോ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിലേ റിലീസ് നമുക്ക് ഓക്കെ ആണ്, എക്സ്റ്റൻഡ് റിലീസ് നമുക്ക്, കൺട്രോൾ റിലീസ് നമുക്ക് ഓക്കെ ആണ്, ടേസ്റ്റ് മാസ്ക് ചെയ്യാം, സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാം. സോ അവിടെ പറഞ്ഞ സെയിം സാധനം വീണ്ടും ഒന്ന് ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വായിച്ചാൽ മതി, അധികം ഒന്നും പറയാനായിട്ടില്ല. ഇനി ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ആണ്. അപ്പിയറൻസ്, സൈസ് ആൻഡ് ഷേപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിംഗ്, വെയിറ്റ് യൂണിഫോമിറ്റി, കണ്ടന്റ് യൂണിഫോമിറ്റി, ഡിസൻറ്റിഗ്രേഷൻ, ഡിസൊല്യൂഷൻ. സോ ഇതിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിരിക്കും നിങ്ങൾക്ക് സംശയം വരിക, എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. സോ ബേസിക്കലി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിൻ്റെ ലേബലിംഗ് അല്ലെങ്കിൽ ബ്രാൻഡിങ് നമ്മൾ പ്രോപ്പർ ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ ടാബ്ലറ്റ് പറഞ്ഞ സെയിം സാധനമാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി ക്യാപ്സൂൾ മാനുഫാക്ചറിങ്. എങ്ങനെയാണ് ക്യാപ്സൂൾ മാനുഫാക്ചർ ചെയ്യുന്നത്? ആദ്യമായിട്ട് ജെലാറ്റിൻ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് സ്പെസിഫിക് കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജെലാറ്റിൻ്റെ സൊല്യൂഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഡിപ്പിംഗ് ആൻഡ് സ്പിന്നിങ് ആണ്. നമുക്ക് പിന്നുകളുണ്ട്,
പിന്നുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസയർ തിക്നെസ്സിൽ അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്യുന്നു. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ വരച്ച് കാണിച്ചു തരാവേ. നമ്മൾ ജെലാറ്റിൻ സൊല്യൂഷൻ ഉണ്ടാക്കി. ഈ ജെലാറ്റിൻ സൊല്യൂഷനിലേക്ക് നമ്മൾ പിന്നുകൾ, കുഞ്ഞു കുഞ്ഞു പിന്നുകളില്ലേ, അത് നമ്മൾ ഡിപ്പ് ചെയ്യും. സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ആ സൊല്യൂഷൻ കയറി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അല്ലേ. ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒട്ടി തന്നെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യാപ്സൂൾ ഷെല്ല് നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈയിങ് ആൻഡ് ട്രിമ്മിങ് ആണ്. നമ്മൾ നന്നായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉണക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രിം ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. നമ്മൾ കട്ട് ചെയ്ത് ക്യാപ്സൂളാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇതാണ് പ്രിൻസിപ്പിൾ. നമുക്ക് ഇത് പഠിക്കുമ്പോൾ വലുതായിട്ട് വേണമെങ്കിലും പഠിക്കാം, ചെറുതായിട്ട് വേണമെങ്കിലും പഠിക്കാം. നമ്മൾ ബേസിക് മെക്കാനിസം മാത്രം, അതായത് സൊല്യൂഷൻ ഉണ്ടാക്കുക, ഡിപ്പിംഗ്, സ്പിന്നിങ്, ഡ്രൈയിങ്, ട്രിമ്മിങ്, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇത് PSC ആണ്, ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഇനി ക്യാപ്സൂൾ പാക്കിംഗ് ആണ്. സോ മോയ്സ്ചർ പ്രൊട്ടക്ഷൻ നോക്കണം. പിന്നെ ടാമ്പർ എവിഡൻസ് സീൽ, അതായത് ബേസിക്കലി നമ്മൾ ഇതിൻ്റെ പുറത്തൊരു സീലൊക്കെ ഉണ്ടാവും ചില ക്യാപ്സൂൾസിനൊക്കെ. ആ സീലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഡിസിക്കൻ ഇൻക്ലൂഷൻ, അതായത് ബേസിക്കലി സിലിക്ക ജെൽ പാക്കേജൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹ്യൂമിഡിറ്റി ഒക്കെ. ഇപ്പം നമ്മൾ ചില ഡ്രഗ്സിൻ്റെ ബോട്ടിൽ നോക്കുമ്പോൾ സിലിക്കേൻ്റെയൊക്കെ പാക്കേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ നിർബന്ധമായിട്ടും വേണമല്ലോ, കാര്യം ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പാടില്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. സോ ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് കാര്യമാണ്. ഇനി ക്യാപ്സൂൾ പ്രിൻറ്റിംഗ് ആണ്. സോ ബ്രാൻഡ് റെക്കഗ്നേഷൻ. സോ ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ ക്യാപ്സൂൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റിങ് ചെയ്യാം. നമ്മുടെ ബ്രാൻഡുകൾ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. സോ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം, പുറത്ത് കൊടുക്കണം. ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് കൗണ്ടർഫിയൻ പ്രിവെൻഷൻ, അതായത് യുണീക്ക് പ്രിൻറ്റിംഗ് പാറ്റേണോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സോ, അതായത് നമ്മുടെ ഒതൻറ്റിക് ആയിട്ടോ ആണോ അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സിമ്പിളൊക്കെ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ ഗുളികയൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഗുളികയുടെ എവിടെയൊക്കെ ചെറിയ മറ്റേ നോട്ടിലൊക്കെ കാണുന്നത്, നമ്മുടെ 10 രൂപ നോട്ട്, 200 നോട്ടിലൊക്കെ നമ്മൾ കാണുന്ന സീലൊക്കെ ഗുളികേൻ്റെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വേണമെങ്കിൽ യുണീക്ക് പ്രിൻറ്റിംഗ് പാറ്റേൺസൊക്കെ നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചർ പാറ്റേൺസൊക്കെ വേണമെങ്കിൽ നമുക്കതിൽ കൊടുക്കാം എന്നുള്ളതാണ്. സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. ഇനി ക്യാപ്സൂൾ ഫോർമുലേഷൻ ചലഞ്ചസ്. സോ നമ്മൾ ക്യാപ്സൂൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടാകാറുണ്ട്. സോലുബിലിറ്റി ഇഷ്യൂ. ബേസിക്കലി ഫോർമുലേറ്റിംഗ് ക്യാപ്സൂൾ വൈൽ പുവർ സോലുബിൾ ഡ്രഗ് ക്യാൻ ബി ചലഞ്ചിങ്. പുവർ സോലുബിൾ ഡ്രഗ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു ചലഞ്ചിങ് തന്നെയാണ്. റിക്വയർ സ്പെഷ്യൽ ടെക്നിക് ഓർ എക്സിപ്പിയൻ ടു എൻഹാൻസ് സോലുബിലിറ്റി ആൻഡ് ബയോ അവൈലബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്യാപ്സൂൾസ് ഉണ്ടാക്കുമ്പോൾ സോലുബിലിറ്റി കൂട്ടാനും ബയോ അവൈലബിലിറ്റി കൂട്ടാനും നമുക്ക് സ്പെഷ്യൽ ടെക്നിക്കുകളോ എക്സിപ്പിയൻസോ ആവശ്യമാണ്. അപ്പം സോലുബിലിറ്റി ക്യാപ്സൂൾ ഫോർമുലേഷനിലെ ഒരു ചലഞ്ചാണ്. ഇനി സ്റ്റെബിലിറ്റി കൺസേൺ ആണ്. ബേസിക്കലി ഈ ചില ഡ്രഗുകളോ അല്ലെങ്കിൽ ചില ഫോർമുലേഷൻസുകളോ ഡീഗ്രേഡ് ആവാനോ അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് എക്സിപ്പിയൻസും പാക്കേജും സ്റ്റോറിങ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. ഇനി ടേസ്റ്റ് മാസ്കിംഗ് ആണ്. നമുക്ക് ഓൾറെഡി പറഞ്ഞതുപോലെ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനാവശ്യമായ എക്സിപ്പിയൻസ് ആഡ് ഓൺ ചെയ്യണം. ഇനി മോഡിഫൈഡ് റിലീസാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചില ഡ്രഗുകൾ കൺട്രോൾഡ് ആയിരിക്കാം, ചിലത് എക്സ്റ്റൻഡ് ആയിരിക്കാം, ചിലത് ഡിലേഡ് ആയിരിക്കാം അല്ലേ. അപ്പോൾ അതിന് ആവശ്യമായി, ഇപ്പോൾ ഡിലേ ആണെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് എന്ന്. ഇതൊക്കെ സിമ്പിളാണ്, വെറുതെ വായിച്ചാൽ മതിയാകും. ഇനി ക്യാപ്സൂൾ ഫോർമുലേഷൻ സ്ട്രാറ്റജീസ് ആണ്. സോ ക്യാപ്സൂൾ ഫോർമുലേഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇതും ഇച്ചിരി ബീഫാമാണ്, ഞാൻ കുറച്ചൊന്ന് ചൂണ്ടിയതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലിപ്പിഡ് ബേസ്ഡ് ഫോർമുലേഷൻ. അതായത് ലിപ്പിഡ് ബേസ്ഡ് ഫോർമുലേഷൻ സച്ച് എസ് സെൽഫ് എമൽസിഫൈങ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ക്യാൻ എൻഹാൻസ് ദ സോലുബിലിറ്റി ആൻഡ് ബയോ അവൈലബിലിറ്റി ഓഫ് പുവർ സോലുബിൾ ഡ്രഗ്, ഇംപ്രൂവിംഗ് ദെയർ അബ്സോർപ്ഷൻ ആൻഡ് തെറാപ്യൂട്ടിക് എഫിക്കസി. അതായത് ഇപ്പോൾ ചില ഡ്രഗുകളുടെ സോലുബിലിറ്റിയും ബയോ അവൈലബിലിറ്റിയും കുറവാണ് എന്നുണ്ടെങ്കിൽ സെൽഫ് എമൽസിഫൈങ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. അത് ലിക്വിഡ് ബേസ്ഡ് ഫോർമുലേഷൻ ആണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് സോലുബിലിറ്റി കുറവുള്ള ഡ്രഗാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ബേസ്ഡ് ഫോർമുലേഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ SEDDS സെൽഫ് എമൽസിഫൈങ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ബയോ അവൈലബിലിറ്റിയും പിന്നെ പുവർ സോലുബിലിറ്റിയും ഒക്കെ ഉള്ള ഡ്രഗ് ആണെങ്കിൽ അതിന് നമുക്ക് കൂട്ടിയെടുക്കാം എന്നുള്ളതാണ്. ഇനി സൈക്ലോഡെക്സ്ട്രിൻ അല്ലെങ്കിൽ സൈക്ലോഡെക്സ്ട്രിൻ കോംപ്ലക്സേഷൻ ആണ്. സോ ഇവിടെ കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾ. സോ സൈക്ലോഡെക്സിൻസ് ക്യാൻ ഫോം ഇൻക്ലൂഷൻ കോംപ്ലക്സ് വിത്ത് ഡ്രഗ്, ഇംപ്രൂവിംഗ് ദെയർ സോലുബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ബയോബിലിറ്റി. സോ സൈക്ലോഡെക്സ്ട്രിൻ കോംപ്ലക്സ്
ഫോം ചെയ്യുകയും അങ്ങനെ സോലുബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ കൂട്ടുകയാണ്, ബയോവബിലിറ്റിയും കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അമോർഫസ് സോൾ ഡിസ്പേർഷൻ ആണ്. അതായത് അമോർഫസ് സോൾ ഡിസ്പേർഷൻ വെൻ ഡ്രഗ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ എ പോളിമർ മെട്രിക്സ് ക്യാൻ എൻഹാൻസ് ദ ഡിസൊല്യൂഷൻ റേറ്റ് ആൻഡ് ബയോ അവൈലബിലിറ്റി ഓഫ് പുവർ സോലബിൾ ഡ്രഗ്. അതായത് നമ്മൾ അമോർഫസ് സോൾ ഡിസ്പേർഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗിനെ നമ്മൾ പോളിമർ മെട്രിക്സിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഡിസൊല്യൂഷൻ റേറ്റും ബയോ അവൈലബിലിറ്റിയും കൂടുന്നു എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിക്വിഡ് ബേസ് ഫോർമുലേഷൻ ലൈക്ക് SEDDS കൂട്ടുവാണെങ്കിൽ സോലബിലിറ്റിയും ബയോബിലിറ്റിയും കൂടും. സൈക്ലോഡെക്സ്ട്രിൻ കോംപ്ലക്സേഷൻ വരികയാണെങ്കിൽ സോലബിലിറ്റി സ്റ്റെബിലിറ്റി കൂടും. ഇനി അമോർഫസ് സോൾ ഡിസ്പേർഷനിൽ പോളിമർ മെട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡിസൊല്യൂഷൻ റേറ്റും ബയോബിലിറ്റിയും കൂടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? മനസ്സിലായില്ലേ? ഇനി ക്യാപ്സൂൾ ഫോർമുലേഷൻ ഫോർ പീഡിയാട്രിക്. സോ പീഡിയാട്രിക്ക് നമ്മൾ ക്യാപ്സൂൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? നിർബന്ധമായിട്ടും പലറ്റബിലിറ്റി, ഫ്ലേവർ, കളർ, ഷേപ്പൊക്കെ കൂട്ടണം അല്ലേ. ഡോസ് ഫ്ലെക്സിബിലിറ്റി, ഡോസ് ബോഡി വെയിറ്റ് അനുസരിച്ചും ഏജ് അനുസരിച്ചിട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പോൾ ടാബ്ലറ്റ് എന്ന് വെച്ചാൽ എന്താ പ്രശ്നം, നമുക്ക് ഫിക്സഡ് ഡോസ് ആണ് അല്ലേ. സോ അതേപോലെ ക്യാപ്സൂളിനും ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ഈസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എളുപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഫുഡോ ബിവറേജോ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വിഴുങ്ങാനും ഒക്കെ പറ്റണം. ഇനി ക്യാപ്സൂൾ ഫോർമുലേഷൻ ഫോർ ജെറിയാട്രിക്സ് ആണ്. സോ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്, ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. സോ ഇത്രയാണ് പാർട്ട് 1. നന്നായിട്ട് പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അതുപോലെ തന്നെ പഠിക്കുക. നെക്സ്റ്റ് ആണ്. ബൈ.